നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാളിൽ അധികാരത്തിൽ വന്നാൽ അനധികൃതമായി സംസ്ഥാനത്ത് താമസിക്കുന്ന ബംഗ്ലാദേശികളെ പിടിച്ച് പുറത്താക്കുമെന്ന് BJP തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമായിരുന്നു. കാരണം അനധികൃത കുടിയേറ്റം പശ്ചിമ ബംഗാളിൽ ഉണ്ടാക്കിയത് ചില്ലറ പ്രശ്നങ്ങളൊന്നുമായിരുന്നില്ല. മമതാ ബാനർജിയുടെ 15 വർഷത്തെ ഭരണം അനധികൃത കുടിയേറ്റത്തെ പരിപോഷിപ്പിക്കുകയായിരുന്നു, പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. ബംഗാൾ എന്ന സംസ്ഥാനത്തിന് മാത്രമല്ല, ബംഗാൾ വഴിയുള്ള അനധികൃത കുടിയേറ്റം മറ്റ് സംസ്ഥാനങ്ങൾക്കും രാജ്യത്തിനാകെയും ഭീഷണിയായ സാഹചര്യത്തിലാണ് BJP അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കണം എന്ന നയം മുന്നോട്ട് വയ്ക്കുന്നത്. ആ നയത്തിന് വലിയ ജനപിന്തുണയാണ് ലഭിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മമതാ ബാനർജി സർക്കാരിനെ അവർ വലിച്ചു താഴെയിട്ടതും BJPക്ക് അധികാരത്തിലെത്താൻ കഴിഞ്ഞതും. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് BJP ബംഗാളിൽ അധികാരത്തിലെത്തിയത്, അതും വൻ ഭൂരിപക്ഷത്തിൽ. അധികാരത്തിലെത്തിയ ഉടനെ തന്നെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുകയാണ് എന്ന് അവകാശപ്പെടുകയാണ് BJP. അതിനായി അവർ ഒരു കൃത്യമായ കണക്ക് പുറത്തുവിടുന്നുണ്ട്. ഇതുവരെ 10,000-ഓളം അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ സംസ്ഥാനത്തിന് പുറത്താക്കി, രാജ്യത്തിന് തന്നെ പുറത്താക്കിയെന്ന പ്രഖ്യാപനം നടത്തുകയാണ് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. 10,000-ലധികം വരുന്ന രേഖകളൊന്നുമില്ലാതെ സംസ്ഥാനത്ത് തമ്പടിച്ചിരുന്ന അനധികൃതമായി താമസിച്ചിരുന്ന ബംഗ്ലാദേശികളെയും രോഹിംഗ്യകളെയും കണ്ടെത്തുകയും അവരെ BSFന് കൈമാറുകയും BSF ബംഗ്ലാദേശിൻ്റെ സിറ്റിസൺ പൗരത്വ വെരിഫിക്കേഷൻ, പൗരത്വ പരിശോധന അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇനിയും 800-ഓളം ബംഗ്ലാദേശികളെയും രോഹിംഗ്യകളെയും ഇത്തരത്തിൽ പിടിച്ചിട്ടുണ്ട്. അവർ ഹോൾഡിംഗ് ക്യാമ്പുകളാണ്. ഇവരുടെ പൗരത്വ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അനധികൃത കുടിയേറ്റക്കാരെ പിടിച്ച് പുറത്താക്കാൻ ബംഗ്ലാദേശിൻ്റെ സഹകരണം കൂടി ആവശ്യമാണ്. കാരണം അവരെ അതിർത്തിയിലെത്തിക്കുന്നു, ഹോൾഡിംഗ് ക്യാമ്പുകളിൽ പാർപ്പിക്കുന്നു. അതിനുശേഷം ബംഗ്ലാദേശ് അധികൃതർക്ക് ഇവരുടെ വിവരങ്ങൾ നൽകുന്നു. ആ വിവരങ്ങൾ അവർ പരിശോധിച്ചതിന് ശേഷം തങ്ങളുടെ പൗരന്മാരാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ആ പരിശോധനയിൽ കണ്ടെത്തിയാൽ മാത്രമേ ഇത്തരം ആളുകളെ രാജ്യത്തിന് പുറത്തേക്ക് തള്ളാൻ കഴിയൂ. അങ്ങനെയുള്ള വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയാണത്. അതാണ് വളരെ വിജയകരമായി അധികാരത്തിലെത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇപ്പോൾ സുവേന്ദു അധികാരി നടപ്പിലാക്കിയിരിക്കുന്നത്. 10,000-ഓളം അനധികൃത കുടിയേറ്റക്കാർ രാജ്യത്തിന് പുറത്തായി. 800 പേർ ഇപ്പോൾ അങ്ങനെ പുറത്തു പോകാനായിട്ട് തടവിൽ കഴിയുകയാണ്, അതായത് ഹോൾഡിംഗ് ക്യാമ്പുകളിൽ കഴിയുകയാണ്. ഡിറ്റക്റ്റ്, ഡിലീറ്റ് ആൻഡ് ഡീപ്പോർട്ട് എന്ന നയം അധികാരത്തിലെത്തിയ ഉടനെ തന്നെ സുവേന്ദു അധികാരി പ്രഖ്യാപിച്ചിരുന്നതാണ്, BJP സർക്കാർ പ്രഖ്യാപിച്ചിരുന്നതാണ്. അവരെ ആദ്യം കണ്ടെത്തുക, അതിനുശേഷം അവരുടെ കയ്യിൽ ഇന്ത്യയുടെ രേഖകളൊക്കെ ഉണ്ടാകും, അതിൽ നിന്നൊക്കെ പേര് വെട്ടുക, പിന്നീട് നാട് കടത്തുക എന്ന നയം വളരെ വേഗത്തിലാണ് ആ നയം നടപ്പിലാക്കിയത്. നാഷണാലിറ്റി വെരിഫിക്കേഷൻ, അതായത് ബംഗ്ലാദേശിൻ്റെ നാഷണാലിറ്റി വെരിഫിക്കേഷന് ശേഷമായിരിക്കും ഈ അഭയാർത്ഥികളെ അല്ലെങ്കിൽ അനധികൃത കുടിയേറ്റക്കാരെ രാജ്യം പുറത്താക്കുന്നത്. വളരെ എളുപ്പത്തിലാണ്. ഇത്രയും സങ്കീർണമായ പ്രക്രിയകൾ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ പൂർത്തിയാക്കിയത് എന്ന് പറയേണ്ടി വരും. നേരത്തെ അധികാരമേറ്റ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് അടുത്ത മണിക്കൂറുകളിൽ തന്നെ ഈ ആദ്യ ക്യാബിനറ്റ് യോഗം കൂടിയിരുന്നു. ആ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ രാജ്യസുരക്ഷാപരമായ കാര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള തീരുമാനമാണ് സുവേന്ദു അധികാരി സർക്കാർ എടുത്തത്. അതായത് അനധികൃത കുടിയേറ്റം അത് ബംഗാളിലൂടെ നിർബാധം നടന്നു വരികയായിരുന്നു. ബംഗാൾ സർക്കാർ അത് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. അവരെ ഇന്ത്യയിലെത്തിക്കുന്ന സംഘങ്ങൾ, മാഫിയ സംഘങ്ങൾ വരെ ബംഗാളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. മമതാ ബാനർജിയുടെ സർക്കാർ ഇതിനെതിരെ ഒരു നടപടി പോലും എടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സംഘങ്ങൾ ബംഗാളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ആളുകളെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു, പശ്ചിമ ബംഗാളിലേക്ക് എത്തിക്കുന്നു, അവിടുത്തെ അതിർത്തി പ്രദേശങ്ങളിൽ താമസിപ്പിക്കുന്നു. അതിനുശേഷം ഇന്ത്യയിലെ ആധാർ അടക്കമുള്ള രേഖകൾ അവർക്ക് വ്യാജമായി നിർമ്മിച്ചു നൽകുന്നു. ഈ രേഖകൾ കിട്ടിയതിന് ശേഷം ഈ രേഖകളുമായി ഇവർ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ രാജ്യത്തിനും മറ്റ് സംസ്ഥാനങ്ങൾക്കുമൊക്കെ വലിയ സുരക്ഷാ ഭീഷണി പശ്ചിമ ബംഗാൾ വഴിയുള്ള ഈ അനധികൃത കുടിയേറ്റം ഉണ്ടാക്കിയിരുന്നു. കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ BSFും എല്ലാം നിരന്തരം പശ്ചിമ ബംഗാൾ സർക്കാരിനോട് ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അവർ അത് അനുസരിച്ചിരുന്നില്ല. BSF കഴിഞ്ഞ കുറേ കാലമായി തന്നെ പശ്ചിമ ബംഗാൾ സർക്കാരിന് മുന്നിൽ ഒരു അപേക്ഷ വച്ചിരുന്നത് മറ്റൊന്നുമല്ല, ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ അതിർത്തി വേലികൾ കെട്ടി അതിർത്തി സുരക്ഷിതമാക്കണം, ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള
അനധികൃത കുടിയേറ്റം നടന്നുകൊണ്ടേയിരിക്കും എന്ന് നമ്മുടെ BSF അറിയിച്ചിരുന്നതാണ് സംസ്ഥാന സർക്കാരിനെ. അതിന് ഭൂമി വിട്ടു നൽകണമെന്ന അപേക്ഷയും സൈന്യം നൽകിയിരുന്നു. പക്ഷേ ഇതൊന്നും പരിഗണിക്കാതെ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു മമതാ ബാനർജി. അതാണ് അധികാരത്തിലെത്തി മണിക്കൂറുകൾക്കകം തന്നെ സുവേന്ദു അധികാരി നടപ്പിലാക്കിയത്. 600 ഏക്കറോളം ഭൂമിയാണ് ഇത്തരത്തിൽ സൈന്യം സർക്കാരിന് കൈമാറിയത്. 45 ദിവസത്തിനകം ഇത് ഭൂമി കൈമാറാനുള്ള എല്ലാ നിയമപരമായ നൂലാമാലകളും ഇല്ലാതാക്കണമെന്ന് മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറിക്കും അതുപോലെ തന്നെ റവന്യൂ സെക്രട്ടറിക്കും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ സിലിഗുരി കോറിഡോറുമായി ബന്ധപ്പെട്ട സുരക്ഷാ കാര്യങ്ങൾക്കായി കുറച്ചുകൂടി ഭൂമി സൈന്യത്തിന് നൽകുന്ന സാഹചര്യമുണ്ടായി. ഇതെല്ലാം അതിർത്തി സുരക്ഷിതമായി വയ്ക്കാൻ സൈന്യത്തിന് സഹായമായി. അതിർത്തി വേലികൾ കെട്ടിയതിനു ശേഷം അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ജമ്മു കാശ്മീർ അതിർത്തി പ്രദേശങ്ങൾ നിരീക്ഷിക്കുന്നത് പോലെ പശ്ചിമ ബംഗാളിൻ്റെ അതിർത്തി പ്രദേശങ്ങളും നിരീക്ഷിക്കും എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും വ്യക്തമാക്കി. ഇങ്ങനെ അതിർത്തികൾ ആദ്യം സുരക്ഷിതമാക്കുക, പിന്നീട് ഈ രാജ്യത്തിനകത്ത് നേരത്തെ വർഷങ്ങളായി തന്നെ CPM-ഉം അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസും എല്ലാം ഈ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയമാണ് സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ഈ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരുണ്ട്. അവർ വല്ലാത്ത രീതിയിൽ സംസ്ഥാനത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. വിഭവങ്ങൾ അത് രാജ്യത്തെ ജനങ്ങൾക്കുള്ളതാണ്. അവർ അനധികൃതമായി വിദേശികൾ അത് കട്ടെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ പുറത്താക്കുക എന്നുള്ളത് രാജ്യത്തിൻ്റെ നിയമപ്രകാരം നടത്തേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അതിൽ വലിയ വീഴ്ച കഴിഞ്ഞകാല സർക്കാരുകൾ വരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ദീർഘകാലമായി താമസിക്കുന്ന ബംഗ്ലാദേശികളെയും രോഹിംഗ്യകളെയും കണ്ടുപിടിച്ച് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. ആ വെല്ലുവിളിയാണ് ഇപ്പോൾ സുവേന്ദു അധികാരി സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നതും ദിവസങ്ങൾക്കകം തന്നെ ഇപ്പോൾ ഈ 10,000 പേരിലധികം ഈ ബംഗ്ലാദേശികളെ പുറത്താക്കിയിരിക്കുന്നതും മമതയുടെ നയത്തിന് വിരുദ്ധമായിരുന്നു. 2011 അധികാരത്തിലെത്തിയ മമതാ ബാനർജി ഈ മുസ്ലിം വോട്ട് ബാങ്ക് അത് നിലനിർത്താൻ വേണ്ടി, മുസ്ലിങ്ങളുടെ പിന്തുണ കിട്ടാൻ വേണ്ടി ഇത്തരത്തിൽ ബംഗ്ലാദേശിൽ നിന്നും കുടിയേറിപ്പാർക്കുന്ന അനധികൃതരായ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. അത് നമ്മുടെ സംസ്ഥാനത്തിനും അതുപോലെ തന്നെ രാജ്യത്തിനും ദോഷകരമായി മാറിയതോടുകൂടിയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള ഒരു കടുത്ത നയം BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തീരുമാനിച്ചിരുന്നത്. നേരത്തെ ഇത്തരത്തിൽ അനധികൃത ബംഗ്ലാദേശികളെ പുറന്തള്ളുന്നതിനെതിരെ ബംഗ്ലാദേശും ചില അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ബംഗ്ലാദേശിന് ശക്തമായ സന്ദേശം തന്നെ രാജ്യം നൽകി. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം തക്കതായ താക്കീത് നൽകി. കാരണം നമ്മുടെ രാജ്യം എന്നുള്ളത് നമ്മുടെ പൗരന്മാർക്കുള്ളതാണ്. അതിർത്തികൾ സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ അവകാശമാണ്. നിങ്ങളുടെ രാജ്യത്തു നിന്നും ആരെങ്കിലും അനധികൃതമായി അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അവരെ പുറത്താക്കുക തന്നെ ചെയ്യും, സഹകരിക്കുക തന്നെ വേണം എന്നാണ് അന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ബംഗ്ലാദേശിനോട് പറഞ്ഞത്. എന്തായാലും 10,000-ലധികം പേരെ ഇതിനോടകം തന്നെ വിജയകരമായി പുറത്താക്കിക്കൊണ്ട് സുവേന്ദു അധികാരി ചരിത്ര നേട്ടം നടത്തിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള കയ്യടി സംസ്ഥാനത്ത് നിന്നും സുവേന്ദു അധികാരിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു.